അപ്പോ ഇന്ന് നമ്മൾ ചെറിയൊരു പരിപാടിയായിട്ടാണ്. എന്താ പരിപാടി അശ്വിമെന്ന്? അശ്വിൻ പറ, അശ്വിമെന്ന് എന്താ പരിപാടി? മീറ്റപ്പ് അല്ലേ? അതെ കേസ്, അപ്പം മീറ്റപ്പ് ആണ്. അപ്പോൾ പഴയ ആളുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഓരൊക്കെ കാണാം എന്ന് വിചാരിച്ചോണ്ട് വന്നതാണ്. പക്ഷെ ഒരു തെണ്ടികളും വന്നിട്ടില്ല. ആകെ ഈ പൊട്ടനും ഞാനും മാത്രമേ ഉള്ളൂ ഇവിടെ. ബാക്കിയുള്ളവരൊക്കെ 1 മണിക്ക് എത്താറുണ്ട്. ആരും എത്തിയിട്ടില്ല. അവിടെ സ്കൂളിൽ പരിപാടി തുടങ്ങി. ബാക്കിലാണ് നമ്മുടെ സ്കൂളിൽ. ഇപ്പോൾ ഞാൻ ഉള്ളിൽ കയറിയിട്ട് കാണിച്ചായിരുന്നു. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ വരട്ടെ വിചാരിച്ച് വെയിറ്റ് ചെയ്യാണ് കയറാൻ വേണ്ടി. ഓക്കെ, ഇവനോട് ഞാൻ 1 മണിക്കാണ് വരാൻ പറഞ്ഞത്. അങ്ങനെ കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റൂല. 1:40. അതും വേറൊരു കാര്യം കൂടിയുണ്ട്. 1 മണിക്ക് ഞാൻ പറഞ്ഞു, പോകാൻ പറഞ്ഞു 1:30 വരാറുണ്ട്. 1:30 എത്തി. വീണ്ടും 10 മിനിറ്റ് ലേറ്റ് ആയിട്ട് അവർ എത്തി. അതേമാതിരി വേറൊരുത്തനും കൂടി ഉണ്ട്. ഓനും വന്നിട്ട് ഞാൻ ബാക്കി കാണിച്ചു തരാം. ഗൈസ്, ഇതാണ് നമ്മുടെ സ്കൂളിൻ്റെ ഉള്ളിലേക്ക് ഇപ്പോൾ കയറണില്ല. എല്ലാവരും വരട്ടെ വിചാരിച്ച് വെയിറ്റ് ചെയ്ത് നിൽക്കണം. വന്നിട്ട് അങ്ങനെ കയറാൻ വിചാരിച്ചിരിക്കണം. നേരത്തെ പറഞ്ഞ 1 മണിക്ക് വരാറിട്ട് അപ്പൊ 2:30 വന്ന ആളാണ്. ചത്തോന്നറിയാൻ വന്നാണല്ലേടാ ഇത് നമ്മുടെ നായകൻ, പാട്ടുകാരൻ. എന്നോട് 1:30 വരാറിട്ടോ. നീ എവിടെ നിന്നാണ് വന്ന മരഭൂതമേ? 1:45. എന്നോട് 1 മണിക്ക് വരാറുണ്ട്. 12:30 1:30 ഞാൻ വരെ വെയിറ്റ് ചെയ്ത് തുടങ്ങിയാണ് അവിടെ. മണ്ണാർക്കാട് കൊണ്ടാണ്. അപ്പൊ എത്ര ആളൊക്കെ വന്നിട്ടുള്ളൂ? ഗേൾസൊക്കെ ഉള്ളിൽ പോയി അല്ലേ? ഗേൾസൊക്കെ കൈസ് അകത്ത് പോയി. ബാക്കി കാര്യങ്ങളൊക്കെ ഇനി ഉള്ളിൽ ചെന്നിട്ട് കാണിച്ചു തരാം. ഞങ്ങൾ ഓർമ്മകളിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അല്ലേ? നമ്മുടെ IT ലാബ്. ഒരുപാട് ഒരുപാട് കഥകൾ പറയല്ലേ ഇവിടെ? ആ വരുന്ന ആൾക്കൊക്കെ ഒരുപാട് കഥകൾ പറയാനുണ്ട്. ഞങ്ങളെ കെട്ടിട്ടടിച്ച സ്ഥലമാണിത്. എന്നിട്ട് അതൊക്കെ ഒരു കാലാട്ടോ. ഞങ്ങളെ 1-ാം ക്ലാസ് ഇതാ കാണുന്നത്. 1-ാം ക്ലാസ് ആയിരുന്നു. പിന്നെ ഞങ്ങളെ 10 അവിടെയാണ്. അതൊക്കെ നമ്മൾ ഇതിന്റെ അടിയിൽ കൂടി ഗ്യാപ്പ് കൂടി ടൈം കിട്ടുമ്പോൾ അങ്ങോട്ട് കയറി കാണിച്ചാൽ. അപ്പൊ ഞങ്ങളോട് ഹാള് കയറാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് അവിടെ കയറല്ലേ? റിലേഷന് ഓർമ്മകൾ അയവർത്തുകൊണ്ട് നമ്മുടെ രാഹുൽ നടന്നുകൊണ്ടിരിക്കുകയാണ് വരാന്തകളിലൂടെ. നമ്മുടെ പഴയ ഓർമ്മകള്. ഇതിപ്പോ 4-ാം ക്ലാസ്സാണ്. ഞങ്ങള് 6-ാം ക്ലാസ് ആയിരുന്നത്. ഞങ്ങള് 8ല ഇവിടെയായിരുന്നു. ഇവിടെയാണ് അതെ പണ്ടത്തെ ഓരോ ഓർമ്മകളാണ് ഗൈസ്. ഇവിടുത്തെ അങ്ങനെ ഒരുപാട് കഥകൾ ഇവിടെ പറയാനുണ്ട് ഗൈസ്. ഇവിടുന്ന് അങ്ങനെ ഒരുപാട് ഓർമ്മകളാണ്. പഴയ ഒരുപാട് ഓർമ്മകളുണ്ട് ഗൈസ് ഇവിടെ. പറയാനാണെങ്കിൽ തീരൂല അല്ലല്ലോ? തീരുവോ? 10 കൊല്ലത്തെ കണക്കല്ലേ ചങ്ങ. നമ്മുടെ ചെക്കന് ഒരുപാട് ഓർമ്മകൾ പറയാനുണ്ട് ഇവിടെ. അങ്ങനെ ഇതിന്റെ അടിയിൽ ഇവിടെ കുറച്ചൊക്കെ എന്തായാലും ഞങ്ങള് ആള് കയറാൻ പോകണം ഗൈസ്. ഇപ്പോ ബാക്കി ആള് കയറി നമ്മളെ ഇവിടെയാണ് ഞങ്ങൾ ഡാൻസ് കളിച്ചത്. ഇതിവിടെ ഇരുന്നോ? ഇത് നമ്മളെ 7-ാം ക്ലാസ് ആണ്. പണ്ടത്തെ 7-ാം ക്ലാസ്. നമ്മളെ 8ൽ ഇവിടെ തന്നെ ചെയ്തു അല്ലേ? ആ കാര്യത്തിലില്ല. അത് യൂട്യൂബുകളെ പ്രത്യേകിച്ചൊരു കാരണമുണ്ട്. എനിക്ക് ഇനി ഒരുപാട് കഥകൾ പറയാനുണ്ട്. പിന്നെ സാർമാരൊക്കെ ഞങ്ങളെ 7-ാം ക്ലാസ് ആണ്. അതിലൊരു വട്ടം പറഞ്ഞാണ്. ഇതിലൊരു വട്ടം പറഞ്ഞാണ്. ഒരു പൊലിവാണ് പഴയതൊക്കെ എത്തിയപ്പോൾ ഒരു പൊലിവായി. അതായത് ഞങ്ങൾക്ക് ക്ലാസ് കാര്യങ്ങളൊക്കെ ഇനി പുറത്തിറങ്ങിയിട്ട് കാണിച്ചിട്ടുണ്ട്. ഞങ്ങൾ പക്ഷെ ഇതിന്റെ ഉള്ളിലല്ല, കൂടുതൽ പുറത്താണ് നിന്നിട്ടുള്ളത്. നമ്മളും സ്വഭാവത്തിന്റെ ഒരു നല്ലതുകൊണ്ട് കൂടുതൽ ഞങ്ങൾ പുറത്താണ് നിന്നിട്ടുള്ളത്. ഞങ്ങൾ എപ്പോഴേലും ഇനി ഞങ്ങളെ ഈ സ്കൂൾ ജീവിതത്തിലെ ഏറ്റവും മറക്കാൻ പറ്റാത്ത ഒരാളാണ് ആളെ കാണിക്കാനാണ് ഇപ്പൊ ഞങ്ങൾ പോകുന്നത്. ഞങ്ങളെ ഞങ്ങൾ സ്കൂളിൽ ക്ലാസ് കയറുന്നതിന് മുമ്പ് 3ന്റെ കൂടെ ഒരു ഫോട്ടോ കൂടി എടുക്കാം. ആള് 8ന്റെ ഗുണന പട്ടിക ചൊല്ലിക്കാണ്ട് ഉള്ളിലേക്ക് കയറ്റൂല. ആ ടൈപ്പാണ് ആള്. ഈ മടിയൊന്നും നോക്കണ്ട. ആള് പണ്ട് പുതിയൊരു വൈബാണ്. ഈ മരത്തിനൊക്കെ പണ്ട് ഞങ്ങള് ബദാമൊക്കെ കുത്തി പൊട്ടിച്ച് ഇതുണ്ട്. പിന്നെ ഈ കാണുന്ന ബിൽഡിങ് ഞങ്ങൾ ഉണ്ടാകുമ്പോഴൊന്നുമില്ല. ഇതൊക്കെ പിന്നെ വന്നതാണ്. അല്ലല്ല, മറ്റേ ജിബിയ ഞങ്ങളിവിടെ മുകളില് സെറ്റ് ആയിരുന്നു. പിന്നെ ബാക്കി ഇതൊക്കെ ആയിട്ട് ഇവിടുത്തെ സാധനങ്ങളൊക്കെ പൊളിച്ചു അല്ലേ? ഇവിടുത്തെ ഗ്യാപ്പൊക്കെ പൊളിച്ചു. ഇവിടെ ഒരു സ്റ്റേജാന്നു, അത് പൊളിച്ചു. ആ സ്റ്റേജ് പൊളിച്ചു. പിന്നെ ശ്രീകുമാരൻ സാറ് പുറത്തേക്ക് ഇറക്കി. പഴയ ഓർമ്മകളാണ് ഗൈസ് ഇതൊക്കെ. അതുപോലെ ആരെയും കുറ്റം പറയാന്നുണ്ട. ഞങ്ങള് പഴയ ഓർമ്മകള്
ഇതാക്കിയതാണ്. ആരെയും കുറ്റം പറയുന്നല്ല, പഴയ ഓർമ്മകൾ തിരിച്ചെടുക്കുന്നു. ഓർമ്മകള് പറയുമ്പോ നല്ല ഓർമ്മകളൊന്നല്ല. അതാണ് ഇവിടെ ഒരിക്കലും മറക്കാൻ പറ്റൂല ഞങ്ങക്ക്. ഇതാ ഇതിന്റെ മുകളിൽ ഒരിക്കലും ഞങ്ങൾക്ക് മറക്കാൻ പറ്റൂല. ഇല്ല രാവിലെ ഇതിന്റെ മുകളിൽ നിന്ന് കൊടുക്കണോ? ഇതിന്റെ മുകളിൽ പോകണേ സാലിപ്പാണ്. ഇതിന്റെ മുകളിൽ അവിടെയാണ് ഗൈസ്. ഞങ്ങളെ സ്കൂളിന് മൊത്തത്തിൽ കണ്ടില്ല എന്ന് വേണ്ട. ഇനി മറക്കാൻ പറ്റാത്ത വേറൊരു സാധനമാണ് ഇതിന്റെ ചോട്ടിൽ ഇരുന്നിട്ട് കുറച്ചങ്ങാനും സംഭവങ്ങൾ പറഞ്ഞു ഇതിന്റെ അടിയിൽ. ബാക്കിയൊക്കെ നെല്ലിമരം ഞാൻ എടുക്കൂല തോന്നുന്നുണ്ട് എനിക്ക്. എന്താ വെച്ചാ ചില ഭാഗങ്ങളൊക്കെ ഏതാണ്ടോ ഈ മരങ്ങളും ആ മരവും അവിടൊക്കെ അതേപടിയാണ്, ഒരു മാറ്റമല്ല. മാറ്റങ്ങളൊന്നുമില്ല. ഓർമ്മ എന്നൊക്കെ അതേപോലെ ഇപ്പം പറഞ്ഞത് സ്ഥിരം പരിപാടി. അതൊക്കെ പണ്ടത്തെ കാര്യങ്ങൾ ആലോചിക്കണം. ഇപ്പൊ എനിക്ക് എന്തൊക്കെ ഉണ്ടാവും പറഞ്ഞിരുന്നേ. എല്ലാ കഥകളും ഇല്ല. ഇല്ല ഓ പൗതി വെച്ച് നിർത്തി പോയതുകൊണ്ട് ഓന് ഫീൽഡ് ഔട്ട് ആയി. പിന്നെ 10 ഇവിടുന്ന് പോയത്. എന്താ പറയാ, ഇന്നൊക്കെ ഇവിടെ സ്കൂൾ ലീഡർ ആക്കിയത് പണ്ട് ഒരു കാര്യമല്ല. ഞാനൊക്കെ എങ്ങനെ സ്കൂൾ ലീഡർ ആയത്? അത് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല, അത് ഈ മണ്ടമ്പരായ കുട്ടികളോട് ചോദിച്ചു. അതെ പ്രാർത്ഥന അന്ന് ഇതേപോലെയായിരുന്നു. അന്ന് ഉള്ളില് പരിപാടി നടക്കുക. ഉള്ളിലിപ്പോ പരിപാടി നടക്കണം, പക്ഷെ നമ്മള് അന്നൊന്നും പുറത്താണ്. നമ്മള് പണ്ട് ഇതേമാതിരി പുറത്തൊന്നും കൊടുക്കും. പക്ഷെ അതൊക്കെ ഒരു വൈബാണ്. അതൊക്കെ സ്കൂൾ ലൈഫിലൊരു വൈബാണ്. അങ്ങനെ ചായ കിട്ടി പണ്ടത്തെ അതേമാതിരി ഇപ്പൊ ഒരു മാറ്റമല്ല. ആ വളിപ്പ് ചായ എന്റെ ആശയം, എന്റെ അഭിപ്രായം ചായ രസം. ചായ രസം എനിക്ക് രുചിയില്ല ഗൈസ്. അങ്ങനെ അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അവന് അവിടുന്ന് വീഡിയോ എടുത്ത് അവസാനിപ്പിക്കണം എന്നാണ് വിചാരിച്ചത്, പക്ഷെ അവിടുന്ന് നടന്നില്ല. വേറെ കുറച്ച് തിരക്കിപ്പെട്ടു. അപ്പോൾ എന്തായാലും ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.